കൊച്ചിയിൽ ആഡംബര വീട്, വാഹനങ്ങളുടെ വലിയ ശേഖരം, കയ്യിൽ ആവശ്യത്തിന് പണം. മുളവുകാട് സ്റ്റേഷനിലെ CPO PP അനൂപിന്റെ ജീവിത രീതിയെക്കുറിച്ച് കേട്ടാൽ ആരുമൊന്ന് ഞെട്ടും. സാധാരണ ഒരു പോലീസുകാരന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇയാളുടെ ജീവിതം. കഴിഞ്ഞ ദിവസം കൈക്കൂലി വാങ്ങുമ്പോൾ വിജിലൻസിന്റെ പിടിയിലായ അനൂപിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും സ്വത്ത് വിവരങ്ങളുമാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. മുൻപും കൈക്കൂലി കേസിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് അനൂപ്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന കരാറുകാരിൽ നിന്ന് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് മുളവുകാട് സ്റ്റേഷനിലെ PP അനൂപിനെ വിജിലൻസ് സംഘം പിടികൂടിയത്. ഇയാൾ മുൻപും സമാനമായ കേസിൽ പിടിയിലായിട്ടുണ്ട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 3 സസ്പെൻഷനുകൾ കിട്ടിയ ഉദ്യോഗസ്ഥനാണ് അനൂപ്. നടപടിക്ക് ശേഷവും മുളവുകാട് പോലീസ് സ്റ്റേഷനിലെത്തിയ PP അനൂപ് വഴിവിട്ട പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ആഡംബര വാഹനങ്ങളുടെ വലിയ ശേഖരം തന്നെ അനൂപിനുണ്ട്. ഇയാളുടെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇത് പിന്നെ മുളവാട് ലിമിറ്റിലെ ഈ വേസ്റ്റ് മണ്ണും അതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പണം ആവശ്യപ്പെട്ട് നടന്നപ്പോൾ പരാതിപ്പെടുത്തെത്തി നമ്മൾ പരിശോധിക്കുക ഇയാളെക്കുറിച്ച് നല്ല ഒപ്പീനിയനിലാവും. അപ്പോൾ 10,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. 5,000 രൂപ കൊടുത്തു. 7 കൊടുത്ത് പിടിച്ചു. കെട്ടിടങ്ങൾ പൊളിക്കുന്ന കരാറുകാരനോടാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. പണം നൽകിയില്ലെങ്കിൽ കെട്ടിടാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്നും ലോറി പിടിച്ചെടുക്കുമെന്നും അനൂപ് ഭീഷണിപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് കരാറുകാരൻ വിജിലൻസിനെ സമീപിച്ചത്. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പണം നൽകാമെന്ന് പറഞ്ഞ് കാക്കനാടേക്ക് വിളിച്ചു വരുത്തി. വാഹനത്തിൽ വെച്ച് പണം കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യോടെ പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയ 5,000 രൂപയും കണ്ടെടുത്തു. നേരത്തെ അനധികൃതമായി മണ്ണ് കടത്തിയതിനെ തുടർന്ന് കോൺട്രാക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് അനൂപ് കോൺട്രാക്ടറുമായി നിരന്തരം ബന്ധപ്പെടുകയും പണം നൽകിയാൽ കേസുകളിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയുമായിരുന്നു. ഇയാളിൽ നിന്ന് പലതവണ അനൂപ് പണം വാങ്ങിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. News 18 കൊച്ചി.